ഏറ്റവും മുഴുത്തതെടുത്ത് അവൾ അലമാരി കയറ്റി വെക്കുന്നു. കാരണം പിറ്റേ ദിവസം അവിടെ ലാലേട്ടൻ വരുമ്പോൾ അവൻ്റെ അണ്ണാക്കി കുത്തി കയറ്റാൻ നമ്മൾ എടുത്തു വെക്കുക. ഞാൻ എന്നാ ചോദിച്ചാലും അവൾക്കൊരു മറുപടിയില്ല. ഞാൻ ചെടി ഞാൻ അച്ഛനായപ്പം വണ്ണം വെച്ചോ, വീഞ്ഞു കുടിച്ചപ്പം മുഖം ചുമന്നോ, വയറ് ചാടിയോ, ഇവളൊന്നും കേൾക്കുന്നില്ല. എന്ത് ചോദിച്ചാലും ഏതോ സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കരനെ പോലെ അവൾ എന്തോ ഓർത്തുകൊണ്ടിരിക്കുക. എന്ത് പറഞ്ഞാലും ഒറ്റ മറുപടിയേ ഉള്ളൂ. ഇപ്പം ലാലേട്ടൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇപ്പം ലാലേട്ടൻ തോർത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഇപ്പം ലാലേട്ടൻ പാൻസ് കുത്തി കയറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഇപ്പം ലാലേട്ടൻ പൗഡർ പൂശിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവക്കറിയാം ഇതൊരു മഹാരസമാകുന്നു, ഇതൊരു മഹാരഹസ്യമാകുന്നു. അപ്പം ഈ രസത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും ജീവിതം സഭയെ ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അതെപ്രകാരം കുടുംബം ഒരു സ്വർഗമാകും, ശ്രദ്ധിച്ചില്ലെങ്കിൽ നരകമാകും. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം രണ്ടാം ഭാഗത്ത് തുടർച്ചയായ ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. അല്പസമയം നമ്മൾ ഈ കേട്ട ചിന്തകളെ മനസ്സിൽ നമ്മൾ ധ്യാനിക്കുന്നു. ധ്യാനപൂർവ്വം ദൈവതിരുസന്നിധിയിൽ ഈ ചിന്തകളെ നമ്മൾ സമർപ്പിക്കുന്നു. ആപത്തിൽ ആലംബമായി, ജീവിതത്തിൻ്റെ ആധാരമായി, ചേർന്ന ഇണയായി, തക്കതായ തുണയായി, വൈദ്യനായി, വൈദികരായി, പ്രവാചകരായി ജീവിതയാത്ര പൂർത്തിയാക്കുവാൻ ദൈവം ദമ്പതിമാരെ വിളിക്കുമ്പോൾ ഈ ഭൂമിയിൽ സ്വർഗം പണിയാൻ വിളിക്കപ്പെട്ട നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീട് നരകമാകും, ശ്രദ്ധിച്ചാലോ കുടുംബം സ്വർഗമാകും. എങ്ങനെ ഈ ഭൂമിയിൽ ഒരു സ്വർഗം പണിയാം? നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഇടവേളയ്ക്ക് ശേഷമുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ച് കണ്ടെത്തുന്നു. ഭൂമിയിൽ സ്വർഗം പണിയുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ മനോഹരമായ ചിന്ത ദൈവകരങ്ങളിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ മനസ്സിലൂടെ കണ്ണുകളൊന്ന് അടച്ച് കേട്ട ചിന്തകളെ നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് സൂക്ഷിക്കാം. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ ഭർത്താവിനെ വേദനിപ്പിച്ച ഒരു ഭാര്യയാണോ ഞാൻ? എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ച ഒരു ഭർത്താവാണോ ഞാൻ? പരസ്പരം കരുതലില്ലാത്ത വാക്കുകൾ പറഞ്ഞ് പരസ്പരം നൊമ്പരപ്പെടുത്തിയവരാണോ? തിരുത്തുവാൻ, ദൈവത്തിലേക്ക് തിരിയുവാൻ നല്ല ദൈവം വിളിക്കുന്നു. ചേർന്ന ഇണയും തക്കതായ തുണയുമായി, വൈദ്യനായി, വൈദികരായി, പ്രവാചകരായി ദൈവം തിരഞ്ഞെടുത്ത ജീവിതം, ആ ജീവിതയാത്രയിൽ വന്നുപോയ പാളിച്ചകളെക്കുറിച്ച് നമുക്ക് മാപ്പ് ചോദിക്കാം. അബ്രഹാമിന് സാറ എന്നതുപോലെ, ഇസഹാക്കിന് റബേക്ക എന്നതുപോലെ, ജോസഫിന് മറിയം എന്നതുപോലെ ഇന്ന് നിനക്ക് തന്ന ഭാര്യ, നിനക്ക് തന്ന ഭർത്താവ് ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനുമായിട്ട് അത് കണ്ടെത്തുവാൻ, അത് തിരിച്ചറിയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ സകല മുറിവുകളെ ഓർത്ത് തമ്പുരാനോട് മാപ്പ് ചോദിക്കുകയും ദൈവതിരുസന്നിധിയിൽ വിശുദ്ധിയുള്ളൊരു കുടുംബം ഭൂമിയിലെ സ്വർഗത്തിൻ്റെ പതിപ്പായിട്ട് നമ്മുടെ കുടുംബത്തെ മാറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സ്വർഗം പണിയുവാൻ നമുക്ക് ശക്തി തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും രണ്ടാം ഭാഗത്തുള്ള ധ്യാന ചിന്തകളിലേക്ക് നമ്മൾ തുടർന്ന് പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടു നിർത്തിയത് ദൈവം അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമായി ദാമ്പത്യത്തെ സൃഷ്ടിച്ച് ദൈവം പരിപാലിച്ചു കൊണ്ടുവന്ന ആ കുടുംബം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ ഇപ്രകാരമാണ് പറയുക. ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ. അന്ന് വരെ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ചേർന്ന ഇണയുണ്ടോ എന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കാണാം തിരിച്ചറിയൽ പരേഡിൻ്റെ കാലഘട്ടമാണ്. മൂന്നാർ പെൺവാണിഭൂത്തിപ്പെട്ടവന്മാരെ തിരിച്ചറിയാൻ വേണ്ടി ലൈൻ നിർത്തുന്നു. മുത്തൂറ്റ് പോളം ജോർജിൻ്റെ ആ കൊലപാതകത്തിലെ ഉത്തരവാദികളാണോ എന്നറിയാൻ വേണ്ടി തിരിച്ചറിയൽ പരേഡ് നടത്തുന്നു. എവിടെ നോക്കിയാലും തിരിച്ചറിയൽ പരേഡിൻ്റെ കാലഘട്ടമാണ്. ഈ തിരിച്ചറിയൽ പരേഡ് 2009 പ്രത്യേകതയല്ല, ലോകസ്ഥാപനം മുതൽ ആരംഭിച്ചതാണ് തിരിച്ചറിയൽ പരേഡ്. ഒന്നാമത്തെ തിരിച്ചറിയൽ പരേഡാണ് കാണുക. ആദത്തെ നിർത്തിയിട്ട് സകല ജീവജാലങ്ങളെയും മുമ്പിലൂടെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ചേർന്നതുണ്ടോ എന്ന് ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തുക. ആദ്യം ആദത്തെ ഇടതുവശത്ത് നിർത്തി, പിടിയാനെ വലതുവശത്ത് നിർത്തി, ചേരിയേല. ആദത്തെ നിർത്തി എരുമയെ നിർത്തി, ചേരിയേല. ആദത്തെ നിർത്തി പശുവിനെ നിർത്തി, ചേരിയേല. അവസാനം മനസ്സിലായി തേങ്ങാമുറിയും അടയ്ക്കാമുറിയും കൂടെ ചേരിയേല, തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരും. അങ്ങനെ ചേർന്ന ഒരാളെ കൊടുക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. അതിന് ബൈബിൾ പറയുന്ന വാക്കെന്താ? ദൈവം ആദത്തെ ഗാഢനിദ്രയിലാഴ്ത്തി. ബൈബിളിൽ ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ് ഗാഢനിദ്ര. അത് കിട്ടിയത് ആർക്കാണ്? ആണുങ്ങളുടെ വർഗത്തിന്. കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഢനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നു മോനെ ഉറങ്ങടാ ഉറങ്ങ്.
മനസമാധാനത്തോടെ നിന്റെ ഒടുക്കത്തെ ഉറക്കം കെടുത്താൻ ഒരെണ്ണം വരുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുക. അങ്ങനെ ആദം ഗാഠനിദ്രയിലാണ്ട്. അപ്പം ആദത്തിൻ്റെ ഒരു എല്ലെടുക്കാൻ ദൈവം തീരുമാനിച്ചു. ദൈവം കൈ സാവധാനം ഓടിച്ചു കൊണ്ടുചെന്ന് ആദത്തിൻ്റെ തലയെ പിടിച്ചു. ഇവിടുത്തെ എല്ലെടുത്താലോ? ദൈവം തന്നെ ഞെട്ടി പറയോ, തലയിലെ എല്ലെടുത്ത് ഇവിടെ സൃഷ്ടിച്ചാൽ കക്ഷി കാലാകാലം ഇവൻ്റെ തലയിൽ കയറിയത് നിരങ്ങും, അതുകൊണ്ട് തലയിലെ എല്ല് വേണ്ട. ദൈവം കൈ ഓടിച്ച് നാദത്തിൻ്റെ കാലയെ പിടിച്ചു. ഇവിടുത്തെ എല്ലെടുത്താലോ? ദൈവം തന്നെ ഞെട്ടി പറയോ, കാലേ നെല്ലെടുത്ത് ഇവിടെ സൃഷ്ടിച്ചാൽ കക്ഷി കാലാകാലം ഇവൻ്റെ ചവിട്ട് കൊണ്ട് കിടക്കേണ്ടി വരും. അവിടെ ദൈവം കൈ മുകളിലോട്ട് ഓടിച്ച് എന്ന് പുരുഷന്റെ തലയിണ രഹസ്യങ്ങൾ, അരമന രഹസ്യങ്ങൾ, അന്തി ഉറങ്ങുന്ന ഹൃദയത്തെ പൊതിയുന്ന വാരിയലുകളിൽ ഒന്നൊടിച്ചിട്ട് ഒരു സ്ത്രീക്ക് ജന്മം കൊടുത്തു. പുരുഷനിൽ നിന്ന് എടുത്തതുകൊണ്ട് സ്ത്രീ എന്ന് വിളിച്ചു, നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെട്ടു എന്നാണ് പറയുക. അപ്പം അവിടെ മുതലാണ് ചിരിയും സന്തോഷവും ആരംഭിച്ചത്. അന്ന് വരെ മൂകനായിരുന്ന ആദം ഉള്ളു തുറന്ന് ചിരിച്ചു. ഏതോ ഒരു പുരുഷനും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണുമ്പോഴാണ്. രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, സാക്ഷാൽ നരസിംഹറാവു പോലും ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യയെ കണ്ടപ്പോഴാണ്, അന്നാണ് ചിരി തുടങ്ങിയതെന്ന്. ആദം ഉള്ളു തുറന്ന് ചിരിച്ചു. അന്ന് മുതൽ പെണ്ണുങ്ങൾക്ക് ദൈവം കൊടുത്ത ഒരു പ്രത്യേക കൃപയാണ് 2 വഴിയിലൂടെ കെട്ടിയവനെ വരച്ച വരെ നിർത്താനുള്ള വലിയ കൃപ ദൈവം പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. 2 രീതികളിലാണ്. 1 ചിരി, 2 കരച്ചിൽ. എത്ര മനപ്രയാസമുള്ള ഭർത്താവും വീട്ടിലോട്ട് നീണ്ട മുഖമായിട്ട് വരുമ്പം ഭാര്യ ഒന്ന് ചിരിച്ചോ, അവൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകെട്ട പോലെ ഉരുകി പോവും. പക്ഷേ സമയം നോക്കി കണ്ടേ ചിരിക്കാവുള്ളൂ. അസ്ഥാനത്ത് കയറി ചിരിച്ചു വരുന്നത് ഈ മനുഷ്യനെ ഊശിയാക്കുന്ന ചിരി ഒരിക്കലും ചിരിച്ചേക്കരുതെന്ന. അപ്പം ചിരിച്ചോ ആണിനെ നേടാം. 2 കരഞ്ഞോണം. പെണ്ണുങ്ങൾ കുത്തിയിരുന്ന് കരഞ്ഞോ ആണുങ്ങൾ അലുത്തു പോവും. കാരണം അപ്പനെ മക്കൾക്ക് വീഴിക്കാം, ഭർത്താവിനെ ഭാര്യയ്ക്ക് വീഴിക്കാം, ആങ്ങളെ പെങ്ങൾക്ക് കയ്യിലെടുക്കാം. കരഞ്ഞോണം. കാരണം പെണ്ണുങ്ങൾ കരഞ്ഞാൽ ആണുങ്ങൾ സഹിക്കുകയില്ല, ആദ്യം ശ്രദ്ധിക്കുകയില്ല. കുറെ കഴിഞ്ഞ് ചോദിക്കും എന്നാത്തിനടി കുത്തിയിരുന്ന് മോങ്ങുന്നത്. കാരണം ആണുങ്ങൾക്കൊരു ബലഹീനതയുണ്ട്, വെള്ളം വീണാൽ അവൻ പെട്ടെന്ന് കുഴഞ്ഞു പോകും. കാരണം മണ്ണിൽ നിന്നും ഉണ്ടായതാണ്, വെള്ളം വീഴുമ്പോഴേ കുഴയും. പക്ഷേ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ പോലും ഇളക്കാൻ പറ്റിയല്ല, കാരണം എല്ലേന്നുണ്ടായതാണ്, നല്ല കട്ടിയാണെന്നാണ് പറയുക. അപ്പോൾ പുരുഷൻ ആദ്യ സ്ത്രീയെ കൊടുത്തു, ചിരി ആരംഭിച്ചു, സന്തോഷം ആരംഭിച്ചു. ലോകത്തിലെ അതിമനോഹരമായ ഒരു കുടുംബ സംവിധാനത്തിന് രൂപവും ഭാവവും കൊടുത്തു. അവിടെ ആ പുരുഷൻ സ്ത്രീയോട് തിരിച്ചറിയൽ പരേഡ് നടന്നിരിക്കുന്നു, എനിക്ക് ചേർന്ന ഇണയെ ദൈവം തന്നിരിക്കുന്നു എന്നാണ് പറയുക. ഇന്ന് നമ്മുടെ കുവൈറ്റിലുള്ള ക്രൈസ്തവ കുടുംബങ്ങൾ, നമ്മുടെ കേരളത്തിലുള്ള ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്ന് 10 കൂട്ടം കുടുംബങ്ങളാണുള്ളത്. കുടുംബ ഭദ്രതാ വാർഷികമൊക്കെ ആഘോഷിക്കുമ്പം അതിൻ്റെ ഓർമ്മകളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുമ്പം ഈ 10ൽ ഏതിൽ പെടും നിങ്ങളുടെ വീട് എന്ന് ഒന്ന് പരിശോധിക്കുകയാണ് 2ാം ഭാഗത്ത്. 10 കൂട്ടം കുടുംബങ്ങളുണ്ട് നമുക്കിടയിൽ. ഇതിലേതിൽ പെടും നമ്മുടെ വീട്? 1, കുടുംബം ഒരു മദ്യഷാപ്പ്, കുടുംബം ഒരു ബാർ ഹോട്ടൽ. ചില കുടുംബങ്ങൾ മദ്യഷാപ്പുകളാണ്, ബാർ ഹോട്ടലുകളാണ്. എങ്ങനെയുള്ള കുടുംബം? മാമോദിസ കൊടുക്കുമ്പം അവിടെ അല്പം ലഹരി. ക്രിസ്മസിന്, ഈസ്റ്ററിന്, ഏത് ദിവസവും, തിരുനാളിന്, ഒരു വിശേഷ വിവാഹ വാർഷികത്തിൽ എന്തിനു വേദനയും ലഹരി വിളമ്പുന്ന ഒരു വീടാണോ നമ്മുടെ വീട്? ആൾക്കാരെ ആകർഷിക്കാൻ ചെല്ലു പറയാം, എൻ്റെ അച്ഛാ കുടിച്ചില്ലെങ്കിൽ ഒരു ഇതുമില്ല, കുടിച്ചില്ലെങ്കിൽ ഏതാണ്ട് പോലെ. 2 വാക്കാണ് കൂടപ്പിറപ്പ്. 1 ഇത്, 2 ഏതാണ്ട്. ഏത് വിധത്തിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്കറിയാം ഏത് വിധത്തിലും നമുക്ക് മദ്യം വരുത്താനുള്ള വഴി. ചില ബാത്റൂം കഴുകുന്ന ലോഷൻ വരെ നാരങ്ങായും പിടിഞ്ഞ് കുടിക്കുന്നവരുണ്ട്. ഇതല്ലേ നമ്മുടെ നാടെന്നൊക്കെ പറയാം. അപ്പം ഇങ്ങനെയുള്ളിടത്ത് ഈ ലഹരി ഒരു ബന്ധനമാണ്. കുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യനൊരു ബന്ധനമാണ്. അതിനെന്തിനും ഇതിന് ന്യായീകരണമുണ്ട്. ക്രിസ്മസിന് കുടിക്കും. എന്താ കാരണം? ദൈവം മനുഷ്യനായി ജനിച്ചതിൻ്റെ സന്തോഷം. ദുഃഖവെള്ളിയാഴ്ച ദൈവം മരിച്ചതിൻ്റെ മനപ്രയാസം. ഉയർപ്പ് ഞായറാഴ്ച ഒന്നുകൂടെ പൊങ്ങി വന്നതിൻ്റെ പരമസന്തോഷം. തിരുനാളിന് നാടിൻ്റെ ഉത്സവം. ഇതൊന്നും അല്ലാത്തൊരു ദിവസം ഒരു ചേട്ടൻ കുടിച്ചേച്ച് പോന്നു. എൻ്റെ പൊന്നു ചേട്ടാ എന്നാത്തിനാണ് ഇന്ന് കുടിച്ചത്? അയാളുടെ മറുപടി, എൻ്റെ കൊച്ചു മുലകുടി നിർത്തി എൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ കുപ്പികുടി ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ കുടിക്കുന്നവർക്ക് എന്തിനു വേദന ന്യായീകരണമുണ്ട്, ലഹരിയുടെ ന്യായീകരണമുണ്ട്, എന്തിനു വേദനയുണ്ട്. കഴിഞ്ഞ ഓണത്തിന് ഞാൻ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളുടെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ധ്യാനങ്ങൾക്ക് പോകുമായിരുന്നു. അപ്പം അങ്ങനെ പോയപ്പം പല കൂട്ടം കള്ളച്ചാരായം ഞാൻ കണ്ടു, പ്ലാസ്റ്റിക് കൂട്ടി വയ്ക്കുന്നു. 5-6 എണ്ണത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരെണ്ണത്തിൻ്റെ പേര് ഓടയം മറിയം, 2 മണവാട്ടി, 3 പുല്ല് പെറുക്കി, 4 പോസ്റ്റ്മാൻ, 5 പോസ്റ്റേ കയറി, 6 മിശിഹ. 6 എണ്ണം വരെ എൻ്റെ ഓർമ്മയിലുണ്ട്.
ഓടയമറിയം എന്ന കള്ളച്ചാരായത്തിൻ്റെ പ്രത്യേകത, അതിന് 2 കവിള് കുടിച്ചാൽ മതി, കുടിച്ചയാൾ